ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ രണ്ടാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കാം. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ ചില കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. അഥവാ മൈക്രോ ചിപ്പിൽ ഡാറ്റ പ്രോസസ്സിംഗ്, ലോജിക്, കൺട്രോൾ എന്നിവ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ പ്രോസസ്സറിനെയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന്റെ ഇമേജ് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവായിരിക്കും. ഓക്കെ, അതിൽ വരുന്ന വിഭാഗമാണ് മൂർസ് ലോ എന്ന് പറയുന്നത്. മൂർസ് ലോ എന്ന് പേരിടാൻ കാരണം നമ്മുടെ ഇന്ത്യയുടെ സഹസ്ഥാപകനായ ഗോർഡൻ മൂർ ആണ് ഇത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. 1965 ഈ ഒരു ലോ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതിൽ പറഞ്ഞ ഇത്രേ ഉള്ളൂ. അതായത് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്ററുകളുടെ എണ്ണം ഏകദേശം 2 വർഷം കഴിയുമ്പോഴേക്കും ഇരട്ടിയാവുമെന്നാണ് മൂർസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവാലുവേഷൻ ഓഫ് മൈക്രോ പ്രോസസ്സറിന്റെ വളർച്ചാഘട്ടമാണ് വിവരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആദ്യം 1960 സ്മോൾ സ്കെയിൽ ഇന്റഗ്രേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ 100 ട്രാൻസിസ്റ്ററുകളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ 1970 വരുമ്പോൾ മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷനും ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷനും ഉണ്ട്. ഇവിടെ മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷനിൽ 100 മുതൽ 1000 വരെയുള്ള ട്രാൻസിസ്റ്ററുകൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷനിലേക്ക് വരുമ്പോൾ 1000 മുതൽ 10,000 വരെയുള്ള ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആണ് 1980-കളിലാണ്. അവിടെ 10,000 മുതൽ മില്യൺ വരെയുള്ള ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അൾട്രാ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ ആണ് അവിടെ പ്രസന്റ് സ്റ്റേജിലാണ് മില്യൺ ടു ബില്യൺ വരെയുള്ള ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് അവിടെ ട്രാൻസിസ്റ്ററിന്റെ വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോ പ്രോസസ്സർ. അതായത് മൈക്രോ പ്രോസസ്സറിന്റെ പ്രവർത്തനക്ഷമതയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തെ വേവ് ലെങ്ത് ആണ്, രണ്ടാമത്തെ ക്ലോക്ക് സ്പീഡ്, മൂന്നാമത്തെ നമ്പർ ഓഫ് കോഡ്സ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വേവ് ലെങ്ത് എന്ന് പറയുന്നത് പ്രോസസ്സറിന് ഒരേ സമയം പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ബിറ്റുകളുടെ എണ്ണത്തെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലോക്ക് സ്പീഡ് ആണ്. ഒരു സെക്കൻഡിൽ പ്രോസസ്സറിന് എത്ര ക്ലോക്ക് പസിലുകൾ അല്ലെങ്കിൽ എത്ര നിർദ്ദേശങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിന്റെ വേഗതയാണ് നമ്മൾ ക്ലോക്ക് സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ അളവായിട്ട് ഉപയോഗിക്കുന്നത് ജിഗാഹെർട്സ് ആണ്. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് കോഡ്സ് ആണ്. അതായത് പ്രോസസ്സറിനുള്ളിൽ പ്രവൃത്തി ചെയ്യുന്ന യൂണിറ്റുകളുടെ എണ്ണം, കോറുകളുടെ എണ്ണം എന്നിവയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ കോറുകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ വേഗത കൂടും. അതായത് നമ്മൾ എഡിറ്റിങ്ങിന് ഒരു കമ്പ്യൂട്ടറും സാധാ ഓഫീസ് യൂസ് പിന്നെ സ്കൂൾ യൂസിനൊക്കെ ഒരു കമ്പ്യൂട്ടറിന് പറയില്ലേ, അവിടെ കോറിന്റെ അളവൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിരിക്കും വിചാരിക്കുന്നു. അതിന് സംശയം ഉണ്ടെങ്കിൽ മദർ ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ സ്ക്രീനിൽ കളിക്കുന്ന ഒരു വസ്തുവാണ് മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ലാപ്ടോപ്പിലും അതുപോലെ തന്നെ മൊബൈലിലൊക്കെ ഈ വസ്തു ഉണ്ട്. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ നട്ടെൽ എന്നാണ് മദർ ബോർഡ് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിലെ പ്രധാനപ്പെട്ട പ്രിന്റ് സർക്യൂട്ട് ബോർഡ് കൂടിയാണ് മദർ ബോർഡ്. നമ്മൾ PCB എന്ന് വിളിക്കാറുണ്ട്. നമുക്ക് ഷോർട്ടായി വിളിക്കാം. ഓക്കെ, ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ നട്ടെൽ എന്ന് പറയാൻ കാരണം മദർ ബോർഡ് ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെറുതെ കിടക്കുന്ന ഒരു വസ്തു മാത്രമായി പോകും. അതാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ നട്ടെൽ എന്ന് നമ്മൾ മദർ ബോർഡിനെ വിശേഷിപ്പിക്കുന്നത്. അത് മാത്രമല്ല കാരണം എല്ലാ ഹെഡ് വയർ ഭാഗങ്ങൾക്കും ആവശ്യമായ പവറും കണക്ഷനുകളും ആശയവിനിമയ പാതകളും നൽകുന്നത് മദർ ബോർഡാണ്. ഓക്കെ, പിന്നെ മദർ ബോർഡിനെ കണക്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊസസ്സർ, റാം, റോം, അതുപോലെ സ്റ്റോർ ഡിവൈസസ് ലൈക്ക് HDD, SSD ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, കീബോർഡ്, മൗസ്, മോണിറ്റർ ഒക്കെ വരുന്ന ഭാഗങ്ങളും, അതുപോലെ തന്നെ എക്സ്പെൻഷൻ കാർഡ്സ്, അതായത് ഗ്രാഫിക്സ് കാർഡ്, നെറ്റ്വർക്ക് കാർഡ് എന്നൊക്കെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഈ മദർ ബോർഡിന് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അതുപോലെ മദർ ബോർഡ് ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെറുതെ കിടക്കുന്ന വസ്തു മാത്രമായി പോകും. അതുകൊണ്ടാണ് തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ നട്ടിൽ എന്ന് പറയുന്നത്. സ്റ്റോറേജ് നമ്മൾ നോക്കിയതാണ് ഫസ്റ്റ് പാർട്ടില്. ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അടുത്ത ടോപ്പിക് ആണ് സോഫ്റ്റ്വെയർ ആണ്. എന്താണ് സോഫ്റ്റ്വെയർ? ഹാർഡ്വെയറിന്റെ വിപരീതമാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമുക്ക് കമ്പ്യൂട്ടറിനെ തൊട്ടു നോക്കാൻ കഴിയുന്ന ഭൗതിക ഭാഗങ്ങളാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഈ ഹാർഡ്വെയറിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിക്കുന്ന പ്രോഗ്രാമുകളും നിർദ്ദേശങ്ങളുമാണ് അവിടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഇല്ലാതെ ഹാർഡ്വെയർ വെറും നിശ്ചലമായ ഒരു യന്ത്രം മാത്രമായിരിക്കും. അത് ചലിക്കാൻ പറ്റാത്ത ഒരു യന്ത്രം മാത്രമായിരിക്കും നമ്മുടെ ഹാർഡ്വെയർ എന്ന് പറയണം. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ലാപ്ടോപ്പിൽ വരുമ്പോൾ വിൻഡോസ്,
പിന്നെ മൊബൈലിൽ വരുന്ന ആൻഡ്രോയിഡ്, ഇതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. നമുക്ക് ഡെഫിനിഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മുടെ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കാനും പരിപാലിക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 2 ഡിവൈസ് ഡ്രൈവേഴ്സ്, പിന്നെ യൂട്ടിലൈറ്റ് പ്രോഗ്രാംസ്, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്, ഇതൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഹാർഡ്വെയറിനെയും മറ്റു ആപ്ലിക്കേഷനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എക്സാമ്പിൾ പറഞ്ഞിരുന്നു, സിസ്റ്റം സോഫ്റ്റ്വെയർ പറഞ്ഞപ്പോൾ വിൻഡോസ്, ആൻഡ്രോയിഡ് ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ടെസ്റ്റിൽ ഈ ഒരു ഭാഗത്തൊരു ടേബിൾ വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, പിന്നെ യൂട്ടിലിറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത് സിസ്റ്റം സുരക്ഷിതമായി സൂക്ഷിക്കാനും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാനും സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയണം. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം നല്ല. ഓക്കെ, രണ്ടാമത്തെയാണ് ഡിവൈസ് ഡ്രൈവേഴ്സ്. അതായത് നമ്മുടെ ഹാർഡ്വെയർ ഉപകരണങ്ങളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. പിന്നെ 4മത്തെയാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. അതായത് നമുക്കറിയുന്ന ഭാഷ ഉണ്ടാവുമല്ലോ, അതിന് കമ്പ്യൂട്ടറിന് അറിയുന്ന ഭാഷയാവില്ല, ബൈനറി ഭാഷ, അതായത് 0 1 ഭാഷയ്ക്ക് മാറ്റിയാണ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും സെക്കൻഡ് പാർട്ടിൽ ചാപ്റ്റർ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട് ബൈനറി ഭാഷ എന്തൊക്കെയാണെന്ന്. ഓക്കെ, അറിയാത്തവർക്കൊന്നും ക്ലിയർ ആവും. പ്രോഗ്രാംസിന്റെയും അവരുടെ യൂസേഴ്സുമാണ് നമ്മൾ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യമേ വരുന്ന ആന്റിവൈറസും ആന്റി മാൽവെയറാണ്. അതായത് വൈറസ് മാൽവെയറിൽ നിന്നും സിസ്റ്റത്തെ സംരക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ എക്സാമ്പിൾ വരുന്ന വിൻഡോ ഡിഫൻഡറും അതുപോലെ തന്നെ അവാട്ടും ഒക്കെയാണ്. ജസ്റ്റ് നോക്കുക. ഓക്കെ, പിന്നെ ഫയൽ കംപ്രഷനും ഡീകംപ്രഷൻ ടൂൾസ് ആണ്. അതായത് ഫയലുകളുടെ വലിപ്പം കുറച്ച് സ്റ്റോറേജ് സംരക്ഷിക്കുന്നു. ഓക്കെ, വിൻ RAR പിന്നെ 7zip ഒക്കെയാണ്. മൂന്നാമത്താണ് ഡിസ്ക് മാനേജർ ടൂള്. ഇത് ഹാർഡ് ഡിസ്ക് പാർട്ടീഷനിങ്, ഫോർമാറ്റ് എന്നിവ നടത്തുന്നു. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ വിൻഡോ ഡിസ്ക് മാനേജ്മെന്റ് ആണ്. നമ്മളൊരു എക്സാമ്പിൾ നോക്കി പോണ വീട്ടിൽ എങ്ങനെയാണ്ടിരിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ബാക്കി നിങ്ങൾ നോക്കൂ. പിന്നെ ഡിസ്ക് ക്ലീൻ അപ്പ് ടൂൾ ആണ്. അതായത് നമ്മുടെ അനാവശ്യ ഫയലുകൾ നീക്കം ചെയ്ത് സ്റ്റോറേജ് വൃത്തിയാക്കാണ് ചെയ്യുന്നത്. നമ്മുടെ വിൻഡോ ഡിസ്ക് ക്ലീനപ്പ്, CC ക്ലീനർ ഇതൊക്കെ എക്സാമ്പിൾ ആണ്. പിന്നെ ഡിസ്ക് ഡീഫ്രൈമെന്റർ, അതായത് ഫയലുകൾ പുനഃക്രമീകരിച്ച് പ്രോസസ് വേഗത കൂട്ടാണ് ആ ഒരു ടൂൾ ചെയ്യുന്നത്. പിന്നെ ബാക്കപ്പ് ആൻഡ് റിക്കവറി ടൂൾ നമുക്ക് അറിയുന്നതാണ്. വിവരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ കോപ്പി ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു പരിപാടി. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിള് വിൻഡോ ബാക്കപ്പ് ആൻഡ് റിക്കവറി തന്നെ. അടുത്ത അൺഇൻസ്റ്റാളേഴ്സ് ആണ്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറും ഫയലുകളും പൂർണ്ണമായി നീക്കം ചെയ്യാൻ സഹായിക്കുന്നത് അൺഇൻസ്റ്റാളേഴ്സ് ആണ്. റൺബോ അൺഇൻസ്റ്റാൾ ആണ് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ സിസ്റ്റം മോണിറ്റർ ആൻഡ് പ്രൊഫൈലാണ്. അതിൽ വരുന്നത് നമ്മുടെ CPU RAM ഉപയോഗം തത്സമയം നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് വിൻഡോ ടാസ്ക് മാനേജറാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല. മൂന്നാമത്താണ് ഡിവൈസ് ഡ്രൈവേഴ്സും. പറഞ്ഞു തരുന്നു, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഹാർഡ്വെയർ ഉപകരണങ്ങളും തമ്മിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന പ്രോഗ്രാമുകളാണ് നമ്മുടെ സിസ്റ്റം ഡ്രൈവേഴ്സ് എന്ന്. അതിൻ്റെ സിസ്റ്റം ഡ്രൈവേഴ്സിന്റെ ടൈപ്പും അതിന്റെ ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ആദ്യം പ്രിന്റർ ഡ്രൈവർ ആണ്, അത് പ്രിന്റ് ചെയ്യാനുള്ള വിവരങ്ങൾ നൽകുന്നു. പിന്നെ ഗ്രാഫിക്സ് കാർഡ് ഡ്രൈവർ ആണ്, ഡിസ്പ്ലേ റെഗുലേഷൻ, 3D പിന്തുണ എന്നിവ നൽകുന്നു. പിന്നെ സൗണ്ട് ഡ്രൈവർ ആണ്, സൗണ്ട് കാർഡ് ഡ്രൈവർ ഓഡിയോ ഇൻപുട്ടിന് ഔട്ട്പുട്ട് സൗകര്യങ്ങൾക്ക് വേണ്ടി സഹായം നൽകുന്നു. പിന്നെ വൈഫൈ അഡാപ്റ്റർ ഡ്രൈവർ ആണ്, വൈഫൈ നെറ്റ്വർക്ക് കണക്ഷൻ നിയന്ത്രിക്കുന്നു. അടുത്ത ടച്ച് ബാർ ആണ്, ടച്ച് ബാർ ടച്ച് ട്രാക്കുകൾ നിയന്ത്രിക്കുന്നു. ലാസ്റ്റ് USB പോർട്ടാണ്. USB പോർട്ട് കണക്ട് ചെയ്യാവുന്ന ഉപകരണങ്ങളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് പെൻ ഡ്രൈവ്, കീബോർഡ് എന്നിവയ്ക്കുള്ള ടൂളാണ്. അതായത് ഡിവൈസ് ഡ്രൈവർ ആണ് USB പോർട്ട് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിലെ 4മത്താണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് വരണം. നമ്മൾ സൂചിച്ച പോലെ തന്നെ നമുക്കറിയുന്ന ഭാഷയെ മെഷീന്റെ ഭാഷയ്ക്ക് മാറ്റലാണ്. ടൈപ്പ് ആദ്യത്തെ വരുന്ന അസംബ്ലിയർ ആണ്. അതായത് നമ്മുടെ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡാക്കി മാറ്റാണ് 0 1 പിന്നെ കമ്പൈലർ ആണ്. കമ്പൈലർ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡായിട്ട് മാറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ഇന്റർപ്രറ്റർ ആണ്. അതന്നെ ആണ് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡാക്കി മാറ്റുന്നത്, പക്ഷെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് മാറ്റുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് വരുന്നത്. ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആയ അസംബ്ലിയർ, കമ്പൈലർ, ഇന്റർപ്രറ്റേഴ്സിന്റെ എക്സാംസ് നോക്കി വെച്ചോളൂ. ഓക്കെ ഡിയേഴ്സ്, നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയാണ് ചർച്ച ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ചാനലിന് സപ്പോർട്ട് ചെയ്യാം.
നമ്മുടെ നോട്ട് ചെയ്യാൻ നമ്മുടെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ഗാൻഡി ബാച്ചിലും ജോയിൻ ചെയ്തോളൂ. നമുക്ക് നല്ലൊരു ഗൈഡ് കിട്ടാൻ ഉപകാരപ്പെടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.